Hi, good afternoon. Welcome back to PsyMate. തുടങ്ങാൻ നമുക്ക് ഇലക്റ്റീവ് ആണ് ഇന്നത്തെ ക്ലാസ് BPAG 174 സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ അറിയാലോ, 100-ലായിരിക്കും മാർക്ക്. നമുക്ക് 5 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം. ഓരോ ക്വസ്റ്റ്യൻ്റെയും മാർക്ക് എന്ന് പറയുന്നത് ആൻസറിന് 20 മാർക്കാണ് ഉണ്ടാവുക. അപ്പോൾ 5 ക്വസ്റ്റ്യൻസാണ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത്. 20 മാർക്ക് വെച്ചിട്ടാണ് കേട്ടോ ഓരോ ക്വസ്റ്റ്യനും ഉണ്ടാവുക. ഓഡിബിൾ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ? കേൾക്കാം. അപ്പോൾ ചോയ്സുകൾ ഉണ്ടായിരിക്കും. 8-9 ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരിക്കും. ഷോർട്ട് നോട്ട് ഉണ്ടായിരിക്കും. ഷോർട്ട് നോട്ടിന് 10 മാർക്ക് വെച്ചിട്ടാണ്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ 20 മാർക്ക് വെച്ചിട്ട്. അപ്പോൾ 100 മാർക്കിലാണ് നമുക്ക് ഇലക്റ്റീവിൻ്റെ മാർക്ക് വരുന്നത്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ എല്ലാതും സിലബസ് ഫുള്ള് കവർ ചെയ്തിട്ട് പഠിക്കാനായിട്ട് നിൽക്കണ്ട. അപ്പോൾ എൻ്റെ ഒരു സജഷനാണ്. കാരണം നമുക്ക് എത്തിപ്പോവില്ല. കാരണം ഇത് ജസ്റ്റ് ഇലക്റ്റീവ് അല്ലേ, ജസ്റ്റ് മനസ്സിലാക്കാൻ മാർക്കിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ പഠിക്കുക. അപ്പോൾ എങ്ങനെ പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ചിട്ട് നമുക്ക് ക്ലാസ്സുകൾ നോക്കുക. അല്ല വെച്ചെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻസ് മാത്രം നോക്കിയിട്ട് അത് മാത്രം നമ്മൾ പഠിച്ചു പോയാൽ മതി. ഓൾമോസ്റ്റ് സബ്ജക്റ്റൊക്കെ കവറാണ് കേട്ടോ. ക്വസ്റ്റ്യൻസ് വെച്ച് നോക്കുമ്പോൾ പുതിയ ക്വസ്റ്റ്യൻസുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പഠിക്കാതിരുന്നാലും നമുക്ക് അത്യാവശ്യം പഠിക്കാനുണ്ട്. അപ്പോൾ ഒരുപാട് എന്നാലും സ്കിപ്പ് ചെയ്യാനായിട്ട് കിട്ടും. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് നോക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ ഇലക്റ്റീവ് ഞാൻ ക്ലാസ്സുകൾ തുടങ്ങുന്നത് അങ്ങനെയാണ്. കാരണം നമുക്ക് ആവശ്യമുള്ളത് മാത്രം പഠിച്ചു പോവാം. അതായിരിക്കും എപ്പോഴും നല്ലത്. ലാസ്റ്റ് ടൈമിലേക്കായിരിക്കും നമ്മൾ ഇലക്റ്റീവ് എപ്പോഴും വയ്ക്കുക. കാരണം കോർ സബ്ജക്റ്റുകളാണെങ്കിൽ ഇപ്പോൾ ഹയർ സ്റ്റഡീസ് നോക്കുകയാണെങ്കിൽ നമുക്ക് കോർ സബ്ജക്റ്റുകളിലാണ് മാർക്ക് വേണ്ടത്. ഇലക്റ്റീവിന് വല്ലാണ്ട് അങ്ങോട്ട് ഫോക്കസ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു സജഷൻ. ഓക്കെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ചാപ്റ്റർ യൂണിറ്റ് 1 മീനിങ്, നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ആദ്യത്തെ മീനിങ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ആണ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഞാനിവിടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. 5 ക്വസ്റ്റ്യൻസ് 4 ക്വസ്റ്റ്യൻസ്, അതിലൊരു ക്വസ്റ്റ്യൻ 2 വട്ടം വന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് നോക്കി കഴിഞ്ഞാൽ, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഈസ് എൻ ഇൻ്റഗ്രൽ കോമ്പോണൻറ്റ് ഓഫ് സോഷ്യോ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്. കമൻറ്റ് ഓൺ ദ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ദ ലൈറ്റ് ഓഫ് ദ മീനിങ് ആൻഡ് നേച്ചർ ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. കണ്ടോ, ഡിസംബർ 2021 ക്വസ്റ്റ്യൻ ആണ് ഇത്. ടെക്സ്റ്റിൽ കിടക്കുന്ന ഒരു സെൻറ്റൻസ് ആണിത്. ഇത് ഫസ്റ്റത്തെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഈസ് എൻ ഇൻ്റഗ്രൽ കോമ്പോണൻറ്റ് ഓഫ് സോഷ്യോ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്നുള്ളത് ടെക്സ്റ്റിലത്തെ ഒരു സെൻറ്റൻസ് ആണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് എഴുതണം? മീനിങ്ങും അതേപോലെ തന്നെ നേച്ചർ ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എഴുതണം. 20 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആകുമ്പോൾ ഒരു 6 to 7 പേജസ് നമ്മൾ എഴുതാനായിട്ട് ശ്രമിക്കണം. ഇലക്റ്റീവ് ആയതുകൊണ്ട് തന്നെ വാരി വലിച്ച് എഴുതിയെങ്കിൽ മാത്രമേ മാർക്ക് കിട്ടുള്ളൂ. ഇനി അടുത്തത് കണ്ടോ, ഡിസ്കസ് ദ മീനിങ് ആൻഡ് നേച്ചർ ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ജൂൺ 2022-ലും 2024-ലും ചോദിച്ചിട്ടുണ്ട്. അടുത്തത് എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഡിസംബർ 2023 മാത്രം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ഇപ്രാവശ്യം ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. ഇനി ഡിസ്കസ് ദ മീനിങ് ആൻഡ് സ്കോപ്പ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, ഡിസംബർ 2024. അപ്പോൾ ഈ പാഠത്തിൽ നിന്നൊന്നും പ്രത്യേകിച്ച് സ്കിപ്പ് ചെയ്യാനായിട്ടില്ല. ആകെ 2 ടോപ്പിക്കുകൾ വരുന്നത് ഈ പറഞ്ഞതൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാതും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യത്തോട്ട് നോക്കാം. മച്ച് ബിഫോർ ദ ബ്രെഡ് ലാൻഡ് റിപ്പോർട്ട്. നമ്മുടെ ടെക്സ്റ്റ് കണ്ടാൽ നിങ്ങൾക്ക് അറിയാലോ, അത്യാവശ്യത്തിന് വാരി വലിച്ച് എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ പരമാവധി ഞാൻ നോട്ടിൽ ഭയങ്കര ചുരുക്കാൻ പറ്റുന്ന രീതിയിൽ ചുരുക്കിയിട്ടാണ് നോട്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ടെക്സ്റ്റുകൾ നമുക്ക് അവോയ്ഡ് ചെയ്തിട്ട് ഈ ഒരു നോട്ട് മാത്രം പഠിച്ചിട്ട് പോയാൽ മതി. Much before the Breadland Report, definition of sustainable development in the early 1970s, the term sustainable development was coined by Barbara Ward, known as Lady Jackson, founder of the International Institute for Environment and Development in the early 1970s. ഇപ്പോൾ ഇവിടെ എന്താണ് നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഈ ഒരു ടേം വന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഡെഫിനിഷൻ വന്നത് early 1970s-ലാണ്. ബർബറ വാർഡാണ് ഈ ഒരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ലേഡി ജാക്സൺ എന്നാണ് ഈ ബർബറ വാർഡിനെ വിളിക്കുന്നത്. അപ്പോൾ ഫൗണ്ടർ ഓഫ് ദ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എൻവയറൺമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഇതിൻ്റെ ഫൗണ്ടറാണ് ആര്? ലേഡി ജാക്സൺ എന്നറിയപ്പെടുന്ന ബർബറ വാർഡ്. ആ ഒരു ലേഡിയാണ് എന്ത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് ഡെഫിനിഷൻ കൊടുത്തിട്ടുള്ളത് 1970s-ൽ. The sustainable development for her was largely about people, their economic and social well-being and aspirations for equity in their relationships with each other. ഇവിടെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? പച്ച മലയാളത്തിൽ പറഞ്ഞാൽ സ്ഥിരതയുള്ളൊരു വികസനമാണ്. സ്ഥിരത എന്ന് പറയുമ്പോൾ എന്താണ്? അതിൽ മാറ്റങ്ങൾ വരുന്നില്ല. ചേഞ്ചസ് നമുക്ക് പുതുക്കി കൊണ്ടുവരാം, പക്ഷേ
താഴ്ത്തി പോകുന്നില്ല. അപ്പം അതുതന്നെയാണ് സ്ഥിരതയുള്ളൊരു ഡെവലപ്മെൻറ്റ് എന്ന് പറയുക. അപ്പോൾ ഏതൊക്കെ രീതിയിൽ നോക്കുന്നുണ്ട്? എക്കണോമിക് ആയിരിക്കണം ആൻഡ് സോഷ്യൽ വെൽബീങ് ആൻഡ് ആസ്പിറേഷൻസ് ഫോർ ഇക്വിറ്റി. ഇതൊക്കെ അവരുടെ റിലേഷൻഷിപ്പ്, മറ്റുള്ളവരുമായിട്ടുള്ള റിലേഷൻഷിപ്പിലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് ബർബറ വാർഡ് റിപ്പോർട്ട് ചെയ്തത്. The legacy of the concept of sustainable development is, however, attributed to the Brundtland Report, or the report of the World Commission on Environment and Development, entitled Our Common Future, which defines it as a development that meets the needs of the present without compromising the ability of future generations to meet their own needs. ഈ സെൻറ്റൻസ് നിങ്ങൾ പഠിച്ചു വെച്ചോളൂ കേട്ടോ. മസ്റ്റായിട്ട് ആൻസർ ഷീറ്റിൽ എഴുതണേ. മീറ്റ്സ് ദ നീഡ് ഓഫ് ദ പ്രസൻറ്റ് വിത്തൗട്ട് കോംപ്രമൈസിങ് ദ എബിലിറ്റി ഓഫ് ഫ്യൂച്ചർ ജനറേഷൻസ് ടു മീറ്റ് ദെയർ ഓൺ നീഡ്സ്. ബ്രഡ്ലാൻഡ് റിപ്പോർട്ടിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് കൊടുത്തിട്ടുള്ള ഡെഫിനിഷനാണ്. അതായത് നമ്മുടെ വേൾഡ് കമ്മീഷൻ ഓൺ എൻവയറമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ്, അതായത് കോമൺ ഫ്യൂച്ചർ എന്നാണ് അതിൻ്റെ പേര്. ഇതിൽ നമ്മുടെ ഡെഫിനിഷൻ, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് കൊടുത്ത ഡെഫിനിഷനാണ് എന്ത്? മീറ്റ്സ് ദ നീഡ്സ് ഓഫ് ദ പ്രസൻറ്റ്. പ്രസൻറ്റിലുള്ള ആവശ്യങ്ങൾ, നീഡ്സ് നമ്മൾ കണ്ടെത്തുക. നമുക്ക് ഇപ്പോഴുള്ള ആവശ്യങ്ങൾ നമ്മൾ നിറവേറ്റുക. എങ്ങനെ? വിത്തൗട്ട് കോംപ്രമൈസിങ് ദ എബിലിറ്റി ഓഫ് ഫ്യൂച്ചർ ജനറേഷൻ. അപ്പം നമ്മുടെ ഈ കണ്ടെത്തലുകൾ ഫ്യൂച്ചർ ജനറേഷൻസിൻ്റെ ആവശ്യങ്ങളെ നമ്മൾ ഇല്ലാതാക്കരുത്. അപ്പം അതും കൂടെ നിലനിർത്തിക്കൊണ്ട് രീതിയിലുള്ളൊരു ആവശ്യങ്ങൾ നമ്മൾ നിറവേറ്റുന്നു. ഇതിനെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ നീഡ്സ് നമ്മൾ മീറ്റ് ചെയ്യാൻ വേണം. ഒപ്പം എന്ത് വേണം? വിത്തൗട്ട് കോംപ്രമൈസിങ് ദ എബിലിറ്റി ഓഫ് ഫ്യൂച്ചർ ജനറേഷൻ ടു മീറ്റ് ദെയർ ഓൺ നീഡ്സ്. ഓക്കെ ആണോ? ഇപ്പം ഇത്രയും നേരം പറഞ്ഞത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്താണെന്ന് ഒരു ഐഡിയ കിട്ടിയോ? കിട്ടി. ഓക്കെ മാം. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഈസ് ഡെവലപ്മെന്റ് ദാറ്റ് മീറ്റ്സ് ദ നീഡ്സ് ഓഫ് പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ ജനറേഷൻ. അപ്പോൾ പറഞ്ഞു തന്നത് എന്താ? നമുക്ക് ഇപ്പോഴത്തെ നീഡ്സ് മീറ്റ് ചെയ്യണം, അതേപോലെ തന്നെ ഫ്യൂച്ചർ ജനറേഷനിൽ കൊണ്ടുപോകണം. ഗിവൺ ദ ഗ്ലോബൽ ആൻഡ് ലോക്കൽ ഇഫക്ട്സ് ഓഫ് എൻവയറമെന്റൽ ഡിക്കേ, ഇറ്റ് ഈസ് നോ സർപ്രൈസ് ദാറ്റ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഹാസ് ബിക്കം എ ക്യാച്ച് വേർഡ് ഇൻ ഡെവലപ്മെന്റ് പ്ലാനിങ് ആൻഡ് റിസോഴ്സ് മാനേജ്മെന്റ്. ഇവിടെ എന്തൊക്കെ നടക്കുന്നുണ്ട്? നമ്മുടെ ഗ്ലോബൽ ആൻഡ് ലോക്കൽ ഇഫക്ട്സ്, എൻവയറമെന്റൽ ഡിക്കേയിലുള്ള ഗ്ലോബലായിട്ടും ലോക്കലായിട്ടുള്ള ഇഫക്ട്സും ഇതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റ് പ്ലാനിങ് ആൻഡ് റിസോഴ്സ് മാനേജ്മെൻറ്റ്, നമ്മുടെ റിസോഴ്സ് മാനേജ്മെൻ്റ് ഒക്കെ നമ്മൾ തന്നെയാണ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത്. ഇതിലൊന്നും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മലിനീകരണങ്ങൾ, ഇപ്പോൾ ഓരോ റിസോഴ്സസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? നല്ല രീതിക്ക് മലിനീകരണമില്ലാതെ കൊണ്ടുപോകണം. ഇതൊക്കെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ. However, interpretations of this concept are still ambiguous. According to the Brundtland report, the idea of sustainable development reaches far beyond environmental protection, as it means a process of change in which exploitation of resources, direction of investments, orientation of technological development, and institutional changes are made consistent with the future as well as present needs. നേരത്തെ പറഞ്ഞ അതേ ഡെഫിനിഷൻ തന്നെയാണ്. അതിന് വേറൊരു രീതിക്ക് പറഞ്ഞു. ബ്രഡ്ലാൻഡ് റിപ്പോർട്ടിൽ കൊടുത്തിട്ടുള്ള ഒരു ഡെഫിനിഷനാണ്. അതായത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? എൻവയറമെൻ്റൽ പ്രൊട്ടക്ഷൻ ആണ്. നമ്മുടെ ചുറ്റുപാടിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ആസ് ഇറ്റ് മീൻസ് എ പ്രോസസ് ഓഫ് ചേഞ്ച് ഇൻ വിച്ച് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് റിസോഴ്സസ്, നമ്മുടെ വിഭവങ്ങൾ നമ്മൾ ഏത് രീതിയിൽ ഉപയോഗിക്കുന്നു, നമ്മുടെ ഡിറക്ഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്മൾ ഏതൊക്കെ രീതിയിൽ അതൊക്കെ സംരക്ഷിക്കുന്നുണ്ട്, ഓറിയൻറ്റേഷൻ ഓഫ് ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ചേഞ്ചസ് ആർ മെയ്ഡ് കൺസിസ്റ്റൻറ്റ് വിത്ത് ഫ്യൂച്ചർ. കണ്ടോ? എന്ത് വേണം? ഫ്യൂച്ചറിനും വേണം ആസ് വെൽ ആസ് പ്രസൻറ്റ് നീഡ്സ്. ഇപ്പോഴത്തെ കാര്യം മാത്രം നോക്കുക, അല്ലെങ്കിൽ ഫ്യൂച്ചറിലെ കാര്യം മാത്രം നോക്കുക, ഇതല്ല. രണ്ടും ഒരേപോലെ മുന്നോട്ട് കൊണ്ടുവന്നുണ്ട്. ഏതൊക്കെ കാര്യങ്ങളിൽ? റിസോഴ്സ് എക്സ്പ്ലോയിറ്റേഷൻ, പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡയറക്ഷൻ, ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ് ഓറിയൻറ്റേഷൻ, ഇൻസ്റ്റിറ്റ്യൂഷണൽ ചേഞ്ചസ്. ഇതൊക്കെ ഫ്യൂച്ചറിലും പ്രസൻറ്റിലും ഒരേപോലെ കൊണ്ടുവന്നു. ഇതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ ഐഡിയ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് എ ഫിക്സഡ് സ്റ്റേറ്റ് ഓഫ് ഹാർമണി ബട്ട് റാദർ എ ബാലൻസ്ഡ് ആൻഡ് അഡാപ്റ്റീവ് പ്രോസസ് ഓഫ് ചേഞ്ച്. അപ്പോൾ ഇതൊരു സമാധാനപരമായിട്ടുള്ള ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ല, ബട്ട് റാദർ ബാലൻസ്ഡ് ആൻഡ് അഡാപ്റ്റീവ് പ്രോസസ് ഓഫ് ചേഞ്ച്. മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അതിനനുസരിച്ച് ഇത് ബാലൻസ് ചെയ്ത് അഡാപ്റ്റ് ചെയ്തിട്ട് പോകണം. അല്ലാതെ ഇത് ഫിക്സഡ് ആയിട്ട് പിന്നൊരു നിയമം കൊണ്ടുവന്നു അത് അതേ രീതിക്ക് ഏത് കാലത്ത് ഉപയോഗിക്കുകയല്ല ചെയ്യുന്നത്. എന്ത് ചെയ്യാണ്? മാറ്റങ്ങൾ വരുന്നതിനനുസരിച്ച് ഈ കൊണ്ടുവന്ന നിയമങ്ങൾ നമ്മൾ അഡാപ്റ്റ് ചെയ്ത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നു. ഇതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. അതാണ് അതിൻ്റെ ആ മീനിങ്ങിലുണ്ട്. കണ്ടോ? സ്ഥിരതയുള്ള വികസനമാണ്. പിന്നിപ്പോൾ ഒരു കെട്ടിടം പടുത്ത് വെച്ച് അതിനവിടെ നോക്കാതെ ഇടുന്നില്ല. അതെപ്പോഴും ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം.
Sustainability takes for granted the balance between economic development, all quantitative and qualitative changes in the economy that offer positive contributions to welfare and ecological sustainability. All quantitative and qualitative environmental strategies that serve to improve the quality of an ecosystem and hence also have a positive impact on welfare. അപ്പോൾ സസ്റ്റൈനബിലിറ്റി ഏതിലുണ്ട്? ഇക്കണോമിക് ഡെവലപ്മെൻറ്റും അതേപോലെ തന്നെ ഇക്കണോമിക്കിലുള്ള ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് ഒക്കെ ഇതിൽ പറയുന്നുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു പോസിറ്റീവ് കോൺട്രിബ്യൂഷനാണ് ടു വെൽഫെയർ ആൻഡ് ഇക്കോളജിക്കൽ സസ്റ്റൈനബിലിറ്റി. ഇപ്പോൾ ഇക്കോളജിക്കൽ സസ്റ്റൈനബിലിറ്റിയിൽ എന്തുണ്ട്? ഇക്കണോമിക്കലായിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. ഇനി ഇൻ എസെൻസ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ചേഞ്ച് ഇൻ വിച്ച് ദ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് റിസോഴ്സസ്, നേരത്തെ പറഞ്ഞ അതേ ഡെഫിനിഷൻ തന്നെയാണ് കേട്ടോ ഇവിടെയും പറയുന്നത്. ഇത് ഇലക്റ്റീവ് ആയതുകൊണ്ടാണ് നമ്മൾ റിപ്പീറ്റഡ് ചെയ്തുന്നത്. കാരണം നമുക്ക് പേപ്പറിൽ അത്യാവശ്യം ആൻസർ വേണം. അത്യാവശ്യം ഉണ്ടെങ്കിൽ തന്നെ മാത്രമേ മാർക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഡെഫിനിഷൻസ് ഒക്കെ പിന്നെയും എഴുതി വെക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വായിച്ചു പോകണം. In essence, sustainable development is a process of change in which the exploitation of resources, നേരത്തെ പറഞ്ഞ കാര്യം, റിസോഴ്സസിൻ്റെ എക്സ്പ്ലോയിറ്റേഷൻ, ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഡയറക്ഷൻ, orientation of technological development and institutional change are all in harmony and enhance both current and future potential to meet human needs and aspirations. കണ്ടോ, അപ്പോഴും പറഞ്ഞ എന്താണ്? കറൻറ്റും ഉണ്ട്, ഫ്യൂച്ചറും ഉണ്ട്. രണ്ട് പൊട്ടൻഷ്യലും നമ്മൾ ഒരേപോലെ കൺസിഡർ ചെയ്ത് പോകണം. The Brundtland Commission's definition of the term meeting the needs of the present generations without compromising the needs of future generation is strongly endorsed by the World Development Report 1992. അപ്പോൾ ഈ ഒരു ബ്രഡ്ലാൻഡ് കമ്മീഷൻ റിപ്പോർട്ട് നമ്മൾ പറഞ്ഞ ആദ്യത്തെ മീറ്റിംഗ് ദ നീഡ്സ് ഓഫ് പ്രസൻറ്റ് ജനറേഷൻ്റെ നീഡ്സ് മീറ്റ് ചെയ്യുന്നു വിത്തൗട്ട് കോംപ്രമൈസിങ് ദ നീഡ്സ് ഓഫ് ഫ്യൂച്ചർ ജനറേഷൻ. ഇത് സ്ട്രോങ്ലി ആര് എൻഡോസ് ചെയ്തു? 1992 വേൾഡ് ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് എൻഡോസ് ചെയ്തു. ഇൻ ദ പാസ്റ്റ് ഡെക്കേഡ്, ഹവർ, എ ഷിഫ്റ്റ് ഹാസ് ടേക്കൺ പ്ലേസ് ഫ്രം എ പാർഷ്യൽ എൻവയറമെൻറ്റൽ അനാലിസിസ് ടു എ ഫോക്കസ് ഓഫ് ദ ഗ്ലോബൽ ഇഫക്ട്സ് ഓഫ് എൻവയറമെൻറ്റൽ ഡിക്കേ റിഫ്ലക്റ്റഡ് എമംഗ് അതർ തിങ്സ് ഇൻ അലാമിംഗ് ഫിനോമിന സച്ച് ആസ് ഫ്ലഡിംഗ്, acid rains, soil erosion, desertification, destruction of the ozone layer, ocean pollution and resource extraction. അപ്പോൾ കഴിഞ്ഞ കാലഘട്ടങ്ങൾ നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ നമ്മുടെ എൻവയറമെൻ്റൽ അനാലിസിസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എന്താണ് എൻവയറമെൻ്റൽ ഡിക്കേസ്. ഈ പറഞ്ഞ തരത്തിലൊക്കെയാണ് നമ്മുടെ പ്രകൃതിക്ക് ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ. ഇതൊക്കെയാണ്, അതായത് ഫ്ലഡിങ്, ആസിഡ് റെയിൻ, സോയിൽ ഇറോഷൻ, ഡിസർട്ടിഫിക്കേഷൻ, ഡിസ്ട്രക്ഷൻ ഓഫ് ദ ഓസോൺ ലെയർ, ഓഷ്യൻ പൊല്യൂഷൻ, റിസോഴ്സ് എക്സ്ട്രാക്ഷൻ. ഈ പറഞ്ഞതൊക്കെയാണ്. ദസ് resource conservation and pollution control are now recognized as essential to protect life, supporting natural system and improve the living standards. അപ്പോൾ അതുകൊണ്ട് തന്നെ റിസോഴ്സ് കൺസർവേഷനും പൊല്യൂഷൻ കൺട്രോളും എന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ്, ആർ എസെൻഷ്യൽ ടു പ്രൊട്ടക്റ്റ് ലൈഫ്, സപ്പോർട്ടിങ് നാച്ചുറൽ സിസ്റ്റം. നമ്മുടെ ലൈഫൊക്കെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്ന് ഈ ഒരു നാച്ചുറൽ സിസ്റ്റത്തിന് നമുക്കിങ്ങനെ കൺസർവ് ചെയ്ത് കൊണ്ടുപോകണമെന്ന് വെച്ചെങ്കിൽ എന്ത് വേണം? പൊല്യൂഷൻ കൺട്രോളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ പോളിസി മേക്കേഴ്സ് ആർ ബിഗിനിങ് ടു ഇൻക്രീസിംഗ്ലി റെക്കഗ്നൈസ് ദാറ്റ് സോഷ്യോ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് മസ്റ്റ് ബി സസ്റ്റൈനബിൾ. അപ്പോൾ ഇവരൊക്കെ പറയുന്നത് എന്താണ്? സോഷ്യോ ഇക്കണോമിക് ഡെവലപ്മെൻറ്റും ഇതേപോലെ തന്നെ സസ്റ്റൈനബിൾ ആക്കി കൊണ്ടുപോകണം. അപ്പോൾ എൻവയറമെൻറ്റൽ മാത്രമല്ല, അപ്പോൾ എന്തും പറയുന്നുണ്ട്, സോഷ്യോ ഇക്കണോമിക് ഡെവലപ്മെൻറ്റും അതും സസ്റ്റൈനബിൾ ആക്കണം. സസ്റ്റൈനബിൾ മീൻസ് എന്താണ്? സ്ഥിരതയുള്ളതാക്കണം. That is, it should be capable of meeting not only the current needs of the generation but those of future generation as well. അപ്പോൾ അതായത് അതിലും ഉദ്ദേശിക്കുന്നത് ഇതാണ്, കറൻറ്റ് ജനറേഷൻസിൽ മാത്രമല്ല നമ്മുടെ ഈ ഡെവലപ്മെൻറ്റുകൾ മീറ്റ് ചെയ്യുന്നത്, ഇപ്പോൾ എന്തിനും വേണം, ഫ്യൂച്ചർ ജനറേഷനും വേണം. അപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നുള്ളത് നിങ്ങളൊരു ഓവറോൾ കോൺസെപ്റ്റ് ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക. പ്രസൻറ്റ് നീഡ്സ് പ്ലസ് ഫ്യൂച്ചർ ജനറേഷൻ്റെ നീഡ്സ്, ഇത് രണ്ടും മുന്നോട്ട് കൊണ്ടുപോകണം. ഇതിൽ എൻവയറമെൻറ്റൽ ഡെവലപ്മെൻറ്റ് മാത്രമല്ല, പ്ലസ് എന്തും കൂടി ഉണ്ട്, സോഷ്യോ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ എൻവയറമെൻറ്റൽ പൊല്യൂഷൻസ് ഈ പറഞ്ഞതൊക്കെയാണ്. ഏതൊക്കെ? ഫ്ലഡിങ്, ആസിഡ് റെയിൻ, സോയിൽ ഇറോഷൻ, ഡിസർട്ടിഫിക്കേഷൻ, ഡിസ്ട്രക്ഷൻ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് എൻവയറമെൻറ്റൽ പൊല്യൂഷൻസ്. അപ്പോൾ അത് എന്ത് ചെയ്യണം? കൺസർവേറ്റ് ചെയ്യേണ്ടത് നമ്മുടെയൊക്കെ ഉത്തരവാദിത്തമാണ്. ആ രീതിയിലൊക്കെ ആയിരിക്കണം നിങ്ങൾ എക്സാമിന് എഴുതേണ്ടത്. പിന്നെ ഡെഫിനിഷൻ എഴുതുക, ബ്രഡ്ലാൻഡ് റിപ്പോർട്ടിൻ്റെ ഡെഫിനിഷൻ എഴുതുക. ലേഡി ജാക്സൺ ആണ് ഈ ഒരു ടേം കൊണ്ടുവന്നത്. 3 തരത്തിൽ നമുക്ക് ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട്. ആ 3 നിങ്ങൾ എഴുതാനായിട്ട് നോക്കുക. മനസ്സിലായോ? അപ്പോൾ നമ്മൾ മീനിങ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് ആണ് പറഞ്ഞത്. ഇതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസോ ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടോ? ക്ലിയർ ആണ് മാം. ഓക്കെ, ഇനി അടുത്തത്
Nature of sustainable development. The idea of sustainable development requires a careful consideration of sustainable threshold levels for both economic and environmental systems. കണ്ടോ, രണ്ടും പറയുന്നുണ്ട് അല്ലേ ഇവിടെ. ത്രെഷോൾഡ് ലെവൽ ഇങ്ങനെ കൺസിഡർ ചെയ്ത് കൊണ്ടുപോവാണ്. ഇക്കണോമിക്കിലുണ്ട്, പിന്നെ അതേപോലെ തന്നെ എൻവയറമെൻറ്റിലുണ്ട്. ഫോർ എക്സാമ്പിൾ, ഡിഫോറസ്റ്റേഷൻ മേ ബി നെസസറി ഫോർ അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് ഇൻ എ റീജിയണൽ എക്കണോമി ലൈക്ക് ബ്രസീൽ, but it could prove fatal and detrimental to global ecological stability. ഫോർ എക്സാമ്പിൾ പറയാണ്, ഡിഫോറസ്റ്റേഷൻ, അതായത് ബ്രസീലിലുള്ള അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റിന് അവർക്ക് ഡിഫോറസ്റ്റേഷൻ അത്യാവശ്യമാണ്. കാടുകൾ വെട്ടിത്തെളിച്ചിട്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്, അവർ അഗ്രികൾച്ചർ ഡെവലപ്പ് ചെയ്യുന്നത്. പക്ഷെ ഇത് എല്ലാ രാജ്യത്തും ഓക്കെ ആകുമോ? ഇല്ല. ചില രാജ്യങ്ങളിൽ ഇത് ചിലപ്പോൾ ഈ ഡിഫോറസ്റ്റേഷൻ സപ്പോർട്ട് ചെയ്തൊന്നും വരില്ല. അപ്പോൾ രണ്ടും കൺസിഡർ ചെയ്യണം, ഇക്കണോമിക്കും അതേപോലെ തന്നെ എൻവയറമെൻറ്റൽ സിസ്റ്റംസും. രണ്ടും ഒരു ത്രെഷോൾഡ് ലെവലിൽ കൊണ്ടുപോകാനായിട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൽ പറയുന്നുണ്ട്. When a country experiences rapid population growth or dramatic urbanization, increase in gross national product (GNP) may hide or camouflage major development problems. The same difficulty arises when the world demand for the new raw resources from a country or a region rises to meet increasing global needs. ഇപ്പോൾ ഇവിടെ കൺട്രി എക്സ്പീരിയൻസ്, അതായത് നമ്മുടെ പോപ്പുലേഷൻസ് ഒക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഡ്രാമാറ്റിക് ആയിട്ടുള്ള അർബനൈസേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, നഗരവൽക്കരണം. എല്ലാവരും പോപ്പുലേഷൻ കൂടുന്നു, ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഗ്രാമങ്ങളെ മാറ്റി നഗരവൽക്കരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ എന്തിൽ കാണിക്കുന്നുണ്ട്? ഗ്രോസ് നാഷണൽ, നമ്മുടെ GNP കൂടുക എന്നാണ് ഇതിനൊക്കെ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഡെവലപ്മെൻറ്റൽ പ്രോബ്ലംസിന് കാരണമാകും. കാരണം ജനസംഖ്യ കൂടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും? റിസോഴ്സുകൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് ഭയങ്കര മോശമായിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഡെവലപ്മെൻറ്റിനെ ബാധിക്കും. ദ സെയിം ഡിഫിക്കൽട്ടി അറൈസസ് വെൻ വേൾഡ് ഡിമാൻഡ് ഫോർ ദ റോ റിസോഴ്സസ് ഫ്രം എ കൺട്രി ഓർ എ റീജിയൻ റൈസസ് ടു മീറ്റ് ഇൻക്രീസിങ് ഗ്ലോബൽ നീഡ്സ്. അപ്പോൾ ഇതേ ഡിഫിക്കൽട്ടി എവിടെയും കാണിക്കും, വേൾഡ് മൊത്തമായിട്ടും കാണിക്കും. കാരണം എന്താണ്? ജനസംഖ്യ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് വേണ്ട റോ റിസോഴ്സിൻ്റെ ഡിമാൻഡും കൂടും. അപ്പോൾ ഗ്ലോബൽ നീഡ്സിൽ ഇൻക്രീസ് ഉണ്ടാവും. അപ്പോൾ അതെന്തായിരിക്കും? അതൊരു പൊല്യൂഷനിലോട്ട് പോകും. Similarly, to cope with the growing problems of land pressures in India, it is necessary to check and control the population growth rate, ensure balanced livestock development, and control land alienation. അപ്പോൾ ഇന്ത്യയിലെ ഈ ഒരു ലാൻഡ് പ്രഷറിൻ്റെ പ്രോബ്ലംസ്, വളർന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രോബ്ലംസ് കോപ്പപ്പ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ചെക്ക് ആൻഡ് കൺട്രോൾ ദ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ്. പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് ചെക്ക് ചെയ്യുക, കൺട്രോൾ ചെയ്യുക. എൻഷുർ ബാലൻസ്ഡ് ലീവ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ്, ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. ആൻഡ് കൺട്രോൾ ലാൻഡ് അലീനേഷൻ. ഇതൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം നമ്മുടെ ഇന്ത്യയിലുള്ള ലാൻഡ് പ്രഷറിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. Recognizing these difficulties, the World Commission has noted that measures of success in sustainable development must take account of the context and the need to meet social challenges. The sustainability aspect requires that environmental administrators aim at, അതായത് കുറച്ച് ക്രൈറ്റീരിയ പോലെയാണ് പറയുന്നത്. അതായത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് സക്സസ് ആവണം എന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ. Maintaining ecosystem and related ecological processes essential for the functioning of biosphere. നമ്മുടെ ബയോസ്ഫിയറിൻ്റെ ഫങ്ഷനിങ്, അതായത് ജൈവ വൈവിധ്യം നിലനിർത്തി കൊണ്ടുപോകാനായിട്ടുള്ളത് എന്തൊക്കെ വേണം? നമ്മുടെ എക്കോസിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. ഇക്കോളജിക്കൽ പ്രോസസ്സ് അതൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. അടുത്തത് സസ്റ്റൈനിങ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി by ensuring the survival and promoting the conservation in their natural habitat of all species of flora and fauna. ഇവിടെ എന്താണ്? ഏത് ജീവിയോ ഏതൊരു ഓർഗാനിസം ആണെങ്കിലും അവർ ജീവിക്കുന്ന ആ ഒരു ഹാബിറ്ററ്റിൽ തന്നെ അവരെ കൺസർവ് ചെയ്ത് കൊണ്ടുപോവുക. ഇപ്പോൾ കാട്ടിൽ ജീവിക്കുന്ന മൃഗങ്ങൾ അവരെ വളരാനായിട്ട് അവിടെ അനുവദിക്കുക, അതേ ഹാബിറ്ററ്റിൽ തന്നെ അവരെ സർവൈവ് ചെയ്യുക. ഇത് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി സസ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഇനി observing the principle of optimum sustainable yield in the exploitation of living natural resources and ecosystem. എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഒപ്റ്റിമം സസ്റ്റൈനബിൾ yield? അത് നമ്മളിങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് നമ്മൾ റിസോഴ്സസ് യൂസ് ചെയ്യുന്നത് ഒരു ഒപ്റ്റിമം സ്റ്റേറ്റിൽ കൊണ്ടുപോവുക. അപ്പം നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നുണ്ട്, ഫോർ എക്സാമ്പിളാണ്, നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നുണ്ട്, അതിനെ നല്ല കൂടുതലായിട്ടോ അല്ലെങ്കിൽ ഭയങ്കര കുറഞ്ഞതായിട്ടോ ഉപയോഗിക്കാതെ ഒരു ഒപ്റ്റിമം സ്റ്റേറ്റിൽ കൊണ്ടുപോവുക. അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പിൾ ഓഫ് ഒപ്റ്റിമം സസ്റ്റൈനബിൾ എന്ത് ചെയ്യുക? ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുക. അതെല്ലാ കാര്യത്തിലും, റിസോഴ്സസിലും അതേപോലെ തന്നെ എക്കോസിസ്റ്റത്തിലും ആ ഒരു ബാലൻസിങ് നിർത്തുക.
ഇനി അടുത്തത് പ്രിവെൻറ്റിംഗ് ഓർ അബേറ്റിംഗ് സിഗ്നിഫിക്കൻറ്റ് എൻവയറമെൻറ്റൽ പൊല്യൂഷൻ ഓർ ഹാം. എന്ത് ചെയ്യുക? എൻവയറമെൻറ്റൽ പൊല്യൂഷൻസ് അല്ലെങ്കിൽ എൻവയറമെൻറ്റൽ ഹാംസിനൊക്കെ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുക. എസ്റ്റാബ്ലിഷിംഗ് അഡിക്വേറ്റ് എൻവയറമെൻറ്റൽ പ്രൊട്ടക്ഷൻ സ്റ്റാൻഡേർഡ്സ്, അതായത് കുറച്ച് റൂളുകൾ കൊണ്ടുവരിക, എസ്റ്റാബ്ലിഷ് ചെയ്യുക. അണ്ടർടേക്കിംഗ് ഓർ റിക്വയറിംഗ് പ്രിയർ അസസ്മെൻറ്റ് ടു എൻഷുർ ദാറ്റ് മേജർ ലോ പോളിസീസ് പ്രോജക്ട്സ് ആൻഡ് ടെക്നോളജീസ് കോൺട്രിബ്യൂട്ട് ടു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. എന്തൊക്കെ വേണം? മേജർ ലോസ്, പോളിസീസ്, പ്രോജക്റ്റ്, ടെക്നോളജിക്ക്, ഇതൊക്കെ നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് കൊണ്ടുവരിക. മേക്കിംഗ് ഓൾ റെലവൻറ്റ് ഇൻഫർമേഷൻ പബ്ലിക് വിത്തൗട്ട് ഡിലേ ഇൻ ഓൾ കേസസ് ഓഫ് ഹാംഫുൾ ഓർ പൊട്ടൻഷ്യലി ഹാംഫുൾ റിലീസ് ഓഫ് പൊല്യൂട്ടൻസ് എസ്പെഷ്യലി റേഡിയോ ആക്റ്റീവ് റിലീസസ്. അതായത് മലിനീകരണമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എസ്പെഷ്യലി എന്ത് പറഞ്ഞു? റേഡിയോ ആക്റ്റീവ് റിലീസസ്, ഇതിനെ പറ്റിയിട്ടൊക്കെ ഒരു അവയർനെസ് പ്രോഗ്രാം നടത്തുക. മറ്റുള്ളവർക്ക് അതിനു വേണ്ടി ഇൻഫർമേഷൻസ് കൊടുക്കുക, പബ്ലിക് ഇൻഫർമേഷൻസ് നമ്മൾ കൊടുക്കുക. അതിനുവേണ്ടി ഇടയ്ക്കിടയ്ക്ക് സെമിനാറുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്തിട്ട് പീപ്പിൾസിനെ ഇതിനെ പറ്റിയിട്ട് ഒരു അവെയർ ആക്കുക. ഇത്തരം പൊല്യൂഷൻസ് ഉണ്ട്, ഇതൊക്കെ നമ്മുടെ നാശമാണ്. അങ്ങനെ രീതിയിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് നമ്മൾ എന്ത് ചെയ്യുക? മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള കാര്യങ്ങൾ നോക്കുക. അപ്പോൾ 7 എണ്ണം പറഞ്ഞു. ഏതൊക്കെയാണ്? എക്കോസിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുക, പിന്നെ അതേപോലെ തന്നെ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി സസ്റ്റെയിൻ ചെയ്യാനായിട്ട് നാച്ചുറൽ ഹേബിറ്ററ്റിൽ തന്നെ എല്ലാ സ്പീഷീസിനെയും കൺസർവ് ചെയ്യുക. ഒപ്റ്റിമം സസ്റ്റൈനബിൾ ഈൽഡ് അത് ഒബ്സർവ് ചെയ്യുക. എൻവയറമെൻറ്റൽ പൊല്യൂഷൻസ് പ്രിവെൻറ്റ് ചെയ്യുക. എൻവയറമെൻറ്റൽ പ്രൊട്ടക്ഷൻ സ്റ്റാൻഡേർഡ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. മേജർ ലോസ്, പോളിസീസ്, പ്രോജക്ട്സ് ആൻഡ് ടെക്നോളജീസ്, ഇതൊക്കെ പ്രിയർ അസസ്മെൻറ്റ്സ് നടത്തുക. പിന്നെ റെലവൻറ്റ് ഇൻഫർമേഷൻസ് ഒക്കെ പബ്ലിക് ആക്കുക, അതായത് വിതൗട്ട് ഡിലേ, ഒരു ഡിലേ കാണിക്കാതെ ഇതൊക്കെ പബ്ലിക് ആക്കിയിട്ട് കൊടുക്കാം. ഓക്കെ ആണോ? യെസ് മാം. ഓക്കെ, ബാക്കി നമുക്ക് നാളെ എടുക്കാം. നാളത്തെ കൂടി ഈ ഒരു ചാപ്റ്റർ തീരും കേട്ടോ. 2 പാർട്ടാക്കിയിട്ട് എടുത്താൽ മതി. കുറച്ചും കൂടെ ഉള്ളു. ഇനിയിപ്പോൾ വരുന്നത് സ്കോപ്പ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് പ്രിൻസിപ്പിൾസ്. നമുക്കിതിലൊന്നും സ്കിപ്പ് ചെയ്യാനായിട്ടില്ല. അതും കൂടെ കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഇത്രയും പഠിച്ചാൽ മതി. അപ്പോൾ നമുക്ക് പറയാമല്ലോ. പിന്നെ ഇലക്റ്റീവാണ്. അപ്പോൾ നമുക്ക് അറിയാവുന്ന രീതിയിൽ അത് കുറച്ചും കൂടി ഒന്ന് പൊടി തട്ടിയെടുത്ത് പോളിഷ് ചെയ്ത് എഴുതുക. അപ്പോൾ മനസ്സിലാക്കി പഠിക്കുക. കൂടുതലായിട്ടും ഇലക്റ്റീവ് ആയതുകൊണ്ട് നമ്മളിങ്ങനെ ബൈഹാർട്ട് ചെയ്ത് പഠിക്കാണ്ട് എന്താണ് കണ്ടൻറ്റ് എന്നുള്ളതൊന്ന് മനസ്സിലാക്കിയിട്ട് പഠിക്കാം. പിന്നെ സ്കോപ്പ് ഉണ്ട്, അതേപോലെ തന്നെ എന്തുണ്ട്? പ്രിൻസിപ്പിൾസും ഉണ്ട്. അപ്പോൾ നമുക്കിതിൽ ഏതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് എഴുതാനായിട്ട് പറ്റും. എന്നാലും നമുക്ക് അറിയാമല്ലോ, നമ്മൾ സോഷ്യോളജി സബ്ജക്റ്റ് പോലെയാണ് ഇലക്റ്റീവ്സ്. നല്ലോണം എഴുതി കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കിട്ടും. അപ്പോൾ ഇവിടെ റിപ്പീറ്റ് അടിച്ച് എഴുതുന്നുണ്ടോ, കറക്റ്റ് പോയിന്റ് ആക്കിയിട്ട് തന്നെ എഴുതണമെന്നൊന്നും നോക്കുന്നില്ല. ഒന്ന് ഓവറോൾ ഒന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പറയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കിട്ടും. അപ്പോൾ ഓക്കെ, താങ്ക് യു. നാളത്തെ സെഷനിൽ നമുക്ക് വീണ്ടും കാണാം. ഈ ഒരു ടൈമിൽ തന്നെയാവും കേട്ടോ ക്ലാസ് ഉണ്ടായിരിക്കാം. അപ്പോൾ ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം.